പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ സിനിമ കൺസീവ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞത് ഒരു വയലന്റ് ആക്ഷൻ മൂവി ആയിരിക്കും. ബട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഡെഫിനറ്റ്ലി എ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവില്ല. ബട്ട് ഇറ്റ്സ് എ വെരി തിയേറ്ററിക്കൽ എന്റർടൈനർ. നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് KGF ഒക്കെ ഒരിക്കപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരുമോ ഇല്ലയോ എന്ന്. ബട്ട് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ KGF-ലെ റൈബസൂർ സാറിനെ കൊണ്ടുവന്നു. ഹനീഫിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാൻ ഒരു പ്രൊജക്ടിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല. ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ച് ആക്ഷൻ പടം. എങ്ങനെ അല്ല ആക്ച്വലി എനിക്ക് അങ്ങനെയല്ല. എനിക്ക് വന്ന് തിയേറ്ററിലും കാണും OTT-യിലും കാണും. പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് കട്ട് ഡെഫിനറ്റ്ലി OTT-യിലാണ് വരാൻ പോകണം. നിങ്ങൾക്ക് അറിയാം സിനിമ 2 തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ. ബട്ട് ഒരുപാട് സന്തോഷം. എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. അനീഫിനോട് ചോദിക്കണം. അനീഫ് വരുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കൊറിയോഗ്രാഫി ആയിരുന്നു. ഇനിയിപ്പോ മലയാള സിനിമ മാർക്കോയ്ക്ക് ശേഷം ഫൈറ്റ് കൊറിയോഗ്രാഫി മികച്ച ഫൈറ്റ് ഞാൻ ആക്ച്വലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാനൊരു 5-6 വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ചെയ്ത് വരുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകൾ ഉണ്ടായി. അറ്റ് ദാറ്റ് ടൈം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയേണ്ടത് നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന്. ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കാണ്. ഇതിന് മാർക്കോയ്ക്ക് ശേഷം വരാൻ പോകുന്ന സിനിമകൾക്ക് അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. വിച്ച് ഐ എം വെരി ഹാപ്പി. എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും. അത് ബിക്കോസ് നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. ലൈക്ക് ദ നമ്പേഴ്സ് ആർ ഔട്ട് ദയർ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സത്യത്തിൽ പൃഥ്വിയൊക്കെ ആക്ഷൻ സിനിമ ചെയ്യുമെന്ന് ഇനി വിചാരിച്ചിരിക്കുക. ഞാൻ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ജഗദീശ്വരന്റെ ഇന്റർവ്യൂ ജഗദീശ്വരൻ പറഞ്ഞു വയലൻസ് ഇനി മാർക്കോയ്ക്ക് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയായിരുന്നു. അപ്പൊ ഈ പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടന്നുള്ള രീതിയിലാണ്. താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖേട്ടൻ, ആൻസൺ, അതേപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ്, പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കബീർ ദുഹാൻ, പിന്നെ യുക്തി, ഐ മീൻ ലോഡ് ഓഫ് ആക്ടേഴ്സ്. ഇവരെല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജഗദീഷ് ചേട്ടൻ തുടക്കത്തിൽ തന്നെ സാറിൻ്റെ എക്സൈറ്റ്മെന്റ് നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഞങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ഈ ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ്, ഞങ്ങളുടെ പോസ്റ്റേഴ്സിന് ഒരുപാട് സ്വീകാര്യത ഉണ്ടായി. അതേപോലെ തന്നെ ടീസർ, ഫിൽം മേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചെയ്തത്. ചന്ദ്രുവാണ് എൻ്റെ ജയഗണേഷ് എന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജയഗണേഷിൽ വർക്ക് ചെയ്ത നമ്മുടെ ഗ്രഹാൻ ഇതിലുണ്ട് കൊച്ചായിട്ട്. അപ്പോൾ ജയഗണേഷിൽ നമ്മൾ ഏതാണ്ട് വിഷു കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. വിഷു അല്ലേ ജയഗണേഷ്? വിഷുനാണ്. ക്രിസ്മസിനേക്ക് കുടുംബ പ്രേക്ഷകർ, കുട്ടികള് അല്ലെങ്കിൽ അമ്മമാർ, അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ള ആളാണ്. അതെ. ഈ ഒരു പടം അങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല. പിന്നെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിലാണല്ലോ കുടുംബ പ്രേക്ഷകർ. അല്ല അങ്ങനെയല്ല. A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയ അല്ലെങ്കിൽ മെച്ചോർഡായ എല്ലാവരും കാണാൻ പറ്റും. അപ്പൊ എന്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ്. അപ്പൊ അവർക്ക് കാണാൻ പറ്റും. കൂടുതൽ എന്താ പറയാ, കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ളതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു, ഗംഭീര ഫീഡ്ബാക്ക്. ഐ മീൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു സത്യത്തിൽ. നമ്മളെ A സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്തതുകൊണ്ടേ നമുക്കും അറിയില്ല എന്താണെന്ന്. പക്ഷെ ദാറ്റ്സ് വൺ ഐ എം സെയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസൊക്കെ കട്ട് ചെയ്ത് വിട്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല. നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ്. സിനിമ ആകെ ഒരു ടീസറും 2 പോസ്റ്ററും വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സത്യത്തിൽ. ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ഫിൽം മേക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസന്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. ഇതിനെ ഒരു സിനിമയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ആൻഡ് ഐ താങ്ക് ദി എൻറ്റയർ ടീം, മീഡിയാസ്, എല്ലാവർക്കും. ഞാൻ ഇന്റർവ്യൂവിൽ വരാതെ ഇരുന്നപ്പോഴും നിങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഉണ്ണിമൂന്നിന്റെ ടീം ഇറങ്ങുമ്പോൾ ഉണ്ണിമൂന്നിന് തന്നെ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്ത് അത് ഭയങ്കര ഹൈപ്പിലെത്തിക്കുന്ന ഒരു സിനിമയാണ്.
പക്ഷെ മാർക്കോ നല്ല ഹൈപ്പായിരുന്നു, അത് കുറച്ചതായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഹൈപ്പ് നിങ്ങളാണ് കൂട്ടുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രേക്ഷകന് ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ് സിനിമ ഹൈപ്പായി മാറുക. ഞാൻ എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് ഇനഫ്. എന്നെ സംബന്ധിച്ച് സിനിമയുടെ ക്വാളിറ്റി കോണ്ടന്റ് പുറത്ത് വിട്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ, അതിന്റെ മുകളിൽ സാധനം കൊണ്ട് ദാറ്റ് ഈസ് നമ്മൾ ഡബ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു, സന്തോഷ് വർക്കി, ബേബി ജീൻ, ഷാൻ റഹ്മാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഉണ്ടാക്കി തന്നു. ഇന്ന് ഷാൻ റഹ്മാന്റെ പാട്ട് ട്രെൻഡിങ് വണ്ണിലാണ് നിൽക്കുന്നത്. ഞാൻ 2 വീഡിയോ ഡയറക്ട് ചെയ്തു. ഐ വാസ് ജസ്റ്റ് ഹാവിങ് എ ബ്ലാസ്റ്റ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഹനീഫിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമ ആയിരിക്കും എന്ന് ഞാൻ ഒരുപാട് മുന്നേ പറഞ്ഞിരുന്നു. ഐ തിങ്ക് ഹനീഫ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇവിടുന്ന് ഹനീഫ് 0.20 എന്താ പറയാ 2.0 ഹനീഫ് 2.0 ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് മാറിയിരിക്കുന്നു. സി ആക്ച്വലി സിനിമകൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്രൊമോഷനിൽ ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു പാൻ ഇന്ത്യ സിനിമ ആയിരിക്കും. ഐ ജെന്വൻലി ഫീൽ ദാറ്റ് ആക്ഷൻ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു സാധ്യത കൂടുതലാണ്. എപ്പോഴും ആക്ഷന് ഒരു ലാംഗ്വേജ് ബാരിയർ ഫേസ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് നല്ല പ്രൊഡക്ഷൻ ബാക്കിങ്ങും നല്ല ടീം, ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സിനിമയാണ് മാർക്കോ. ഞാൻ വില്ലനായിട്ട് തന്നെ കാസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചതാണ് ഇതേ ക്യാരക്ടർ വെച്ച് ഹീറോ ആയിട്ട് വരുന്നത്. അതെന്റെ ഒരു പേഴ്സണൽ വാഷിംഗ് കൂടിയായിരുന്നു. അത് ഈ സിനിമയിലൂടെ വന്ന് ഈ സിനിമയിലൂടെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കംപ്ലീറ്റ് ഒരു പ്രൊഡക്ഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, ഇപ്പൊ UMF ആണെങ്കിലും ക്യൂബ്സ് ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്റെ സുഹൃത്തുക്കളാണ്. അവരുടെ സിനിമകൾ വിജയിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻസൺ ഹാസ് ഡൺ ദി ബെസ്റ്റ്. ഐ മീൻ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസൺ. ഈസ് വെരി സെലക്റ്റീവ്. പക്ഷേ ഇവിടുന്ന് ആൻസണ് നല്ലതുണ്ടാവും. അഭിമന്യു തിലകൻ സാറിന്റെ ഗ്രാൻഡ് സൺ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്ദേസ് ഇഷാൻ എന്ന് പറഞ്ഞ മോൻ പുതിയ ആക്ടർ ഇതിൽ വന്നിട്ടുണ്ട്. ധ്രുവ, യുക്തി, കബീർ, ദേ ഡൺ ഫെന്റാസ്റ്റിക്. ഇപ്പൊ എന്റെ മാത്രം ഉണ്ണിമുകുന്ദൻ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല. ഞാൻ എന്താ പറയുന്നത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പീറ്റ് വാച്ച് ചെയ്യാവുന്ന 6-7 ഫൈറ്റ്. ഐ തിങ്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കോറിഡോർ ഫൈറ്റ് ആണ്. നിങ്ങളുടെ എന്താണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. കണ്ടവരുണ്ടോ അവിടെ സിനിമ? നിങ്ങളുടെ ഏത് ഫൈറ്റാ ഇഷ്ടം? ഏത് ഫൈറ്റാ ഇഷ്ടം? കോറിഡോർ. എന്റെ ഭാഗ്യം എനിക്ക് നമുക്ക് ഭയങ്കര കലൈ കിങ്സിന്റെ കൊറിയോഗ്രാഫി ആൻഡ് എന്റെ കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ്, അവരുടെ സിങ്ക്, നല്ല ഇടിയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എട്ടിപ്പടത്തില് നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളതാണ്. ഞാൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സിനിമകൾ ചെയ്യുന്ന ആക്ഷൻ ഹീറോസിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഇഷ്ടമുണ്ട്. തിയേറ്ററിൽ എന്തോ വിസിലടി ഉണ്ടായി. ഈ വിസിലടിക്ക് എനിക്ക് ഞാൻ സിനിമയിൽ വന്നതിന്റെ മെയിൻ ഒരു ക്യാച്ച് എന്നു പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് അങ്ങനെ വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ട് സിനിമ പഠിച്ചു വന്ന ആളൊന്നുമില്ല. പക്ഷേ സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം സിനിമകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മേപ്പടിയാൻ തൊട്ടൊരു മാറ്റം വരുത്തി. 5-6 വർഷം ആക്ഷൻ മാറി നിന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യുന്നത് ഒരു കിണ്ണങ്കാച്ചി ഐറ്റമായിരിക്കണം എന്ന്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യൂത്തിന് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാക്കി ഞാൻ ഇങ്ങനെ ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് ഉണ്ണിച്ചേട്ടന്റെ ഒരു വില്ലനായി വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. ഇത് ഫസ്റ്റ് ടൈമാണ് മലയാള സിനിമയിൽ വന്നതെന്ന് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് തോന്നുന്നു, ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ട് നായകനിലേക്ക് വന്ന ഒരുപാട് സന്തോഷം. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് ലാൽ സാറും വില്ലനായിട്ടൊക്കെ തുടങ്ങിയത്. അപ്പൊ ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുത്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് വരാൻ പോകുന്ന എല്ലാ സിനിമകളും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും. അത് ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ കട്ട്. എന്ന് വെച്ചാൽ ഓഡിയൻസിന് എന്താണ് ഇഷ്ടം അതേ ചെയ്യൂ. അതിൽ വേറെ എന്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ല ഞാൻ. ഈ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ സുന്ദരനായ ഒരു പ്രൊഡ്യൂസർ എന്താണ് ഈ മാർക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം? മാർക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ണി തന്നെ, ഒരു സംശയമില്ല. ഞാൻ ആക്ച്വലി വേറെ ചെറിയ സിനിമ ചെയ്യാൻ വന്നതാണ്. ഉണ്ണിയുടെ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് മാർക്കോയിലേക്ക് എത്തിയത്. പിന്നെ തുടക്കത്തിൽ എന്നോട് ചോദിക്കുന്നതോട് ഞാൻ പറയായിരുന്നു ഒരു സൂപ്പർ സ്റ്റാർ ലോഡിങ് ആണെന്ന്. അപ്പൊ എനിക്കിപ്പോ വലിയ സന്തോഷമുണ്ട്. ആൾക്കാർ തിരിച്ചതുപോലെ പറഞ്ഞു വരുമ്പോ ഞാൻ ഇപ്പൊ പല കമന്റ്സും വായിക്കുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. പിന്നെ ഹനീഫ് ആയാലും എന്താ പറയാ, ഹനീഫിനൊക്കെ വിഷൻ അടിപൊളിയാണ്. എല്ലാവരും കലൈ കിങ്സൺ ആയാലും ചന്ദ്രു ആയാലും എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹനീഫത്തേനി കഥ എന്ന് പറയുമ്പോൾ ഹനീഫ് ഒരു സിമ്പിൾ ആയിട്ട് കഥ പറയുന്നതാണ്, പക്ഷെ ഭയങ്കര കൺവിൻസിംഗ് ആയിരിക്കും. എന്താ പറയാ, അത് നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എന്റെ ജ്യേഷ്ഠതുല്യനായിട്ട് ഉള്ളതാണ് എന്റെ എച്ചാക്ക ഷെറീഫ് മുഹമ്മദ്. പുള്ളിക്കാരന്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ഇതൊരു ഗംഭീര വിജയമായിട്ട് ഉണ്ണിബ്രോയുടെ ഗംഭീര സ്റ്റാർഡം. ഐ എം സോ ഹാപ്പി. ഇത് ക്യൂബ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. എല്ലാവരും
ഇത് പറഞ്ഞ പോലെ ഒരു വലിയൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതന്നെ ഒരുപാട് വലിയൊരു സന്തോഷമാണ്. താങ്ക് യു. ട്രെയിലർ പോലും ഇല്ലാതെയാണ് ഈ സിനിമ ഇറങ്ങിയത്. അപ്പൊ ഈ പ്രൊഡ്യൂസറുടെ കോൺഫിഡൻസ് തന്നെയായിരുന്നു ഉണ്ണിയുടെ ട്രെയിലർ പോലും ഇല്ലാണ്ട് സിനിമ ഇറക്കാം, വിജയിപ്പിക്കുക എന്നുള്ളത്. ആക്ച്വലി ഒരു കളക്റ്റീവ് തീരുമാനം തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ ഈ സിനിമ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി. എന്നുവെച്ചാൽ ഹനീഫിനും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ബിക്കോസ് ആക്ഷൻ സിനിമയാണ്, ഒരു എക്സൈറ്റ്മെന്റ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ബേസിസ് ആണ് പ്രൊമോഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. എന്താണ് ഓഡിയൻസ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒരു പാട്ട് വരുമ്പോൾ അപ്പോൾ ഇത്തരം പാട്ടുകൾ ഇഷ്ടമാണല്ലേ, രണ്ടാമത്തെ പാട്ട്, മൂന്നാമത്തെ പാട്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഭയങ്കര ഇൻഫോർമേറ്റീവ് രീതിയിലാണ് നമ്മൾ പ്രൊമോഷൻ സംസാരിച്ചത്. ഇപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ദാറ്റ് ഈസ് ബേബി ജീൻ്റെ പാട്ട് ഇറങ്ങിയപ്പോൾ 1.25 വന്ന പാട്ട് ഗംഭീരമായിരിക്കും എന്ന് പബ്ലിക് റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് അത് ചെയ്ത് കൊടുക്കുക ചെയ്യണം. സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് സിനിമയുടെ മെയിൻ രാജാവ് അല്ലെങ്കിൽ ദി മെയിൻ ഗൈസ് സിനിമ കാണുന്ന പ്രേക്ഷകനാണ്. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാറില്ല. ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് എത്തിയത് എന്തുകൊണ്ട്, ഞാൻ എങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അടിച്ച് പൊളിച്ച് പുറത്ത് വരണം. എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ. പക്ഷേ ഇത്തരം സിനിമകളിലേക്ക് എത്തിപ്പെടാൻ, കോസ്റ്റ് എഫക്റ്റീവായി സിനിമകൾ എടുക്കാൻ വലിയ മുതൽ മുടക്കുണ്ട്. നമ്മളൊരു 30 കോടിയോളം രൂപ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വിൽ ഓൾ ഗെറ്റ് ഇറ്റ് ബാക്ക്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ ഇത്തരം സിനിമകൾക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക്, അന്യഭാഷ സിനിമകൾ ഇവിടെ വന്ന് റിലീസാകുമ്പോൾ ഇവിടുത്തെ യൂത്ത് അത്തരം സിനിമകളോട് കാണിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. ഓക്കെ, പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റി വെക്കുന്നു, ഇത്തരം സിനിമകൾ ഇവിടുത്തെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തിയേറ്ററിൽ കളിപ്പിക്കുന്നു, നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു. എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽം മേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു കോൺഫിഡൻസ് വരട്ടെ. ഐ റിയലി ലവ് സ്റ്റോറീസ് ആൻഡ് എന്താ പറയുക, ഫീൽ ഗുഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് അറ്റ് ദ സെയിം ടൈം പാരലലി വലിയ സിനിമകളും തിയേറ്ററിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളും ഒക്കെ വന്നാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ് സമയത്ത് ഒരു ഇടിപടം വരിക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. സോ ഐ എം ഗ്ലാഡ്. ഇങ്ങനത്തുള്ള ഈ മലയാള സിനിമകളുടെ പാറ്റേൺ സെക്കൻഡ് പാർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും ഈ സിനിമ വരിക. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ 1-2 സിനിമകളുണ്ട്. ഷെരീഫിന് ഓൾറെഡി ഒരുപാട് സിനിമകളുടെ ഓഫർ വന്ന് പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ ഹനീഫ് നല്ലൊരു സ്റ്റോറി ലൈൻ സെറ്റായി കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ അതിൻ്റെ നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ലീഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അഗെയിൻ അതൊരു പാക്ക് ആൻഡ് പാക്ക് ആക്ഷൻ മൂവി തന്നെ ആയിരിക്കും, സ്റ്റൈലൈസ്ഡ്. യെസ്, അങ്ങനെ ആയിരിക്കണം. അത് നല്ലൊരു തീരുമാനമാണ്. ആൻഡ് ഷെരീഫ് സിനിമ ഇപ്പം നമ്മളെ പോലെ, എനിക്ക് ഷെരീഫിനോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ വലിയ സിനിമ പിടിപാടൊന്നുമില്ല, വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ തിയേറ്ററിൽ സിനിമ എങ്ങനെ പെർഫോം ചെയ്യണമെന്നും യൂത്ത് എന്താണെന്ന്, ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ് ഞാനും ജാൻസണും ഹനീഫും എല്ലാവരും. ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെയിം കൈൻഡ് ഓഫ് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പം നമുക്ക് കുറച്ച് ഒരു പോങ്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ്, അതേപോലെ തന്നെ കുറച്ച് മറ്റേ സൈബർ പങ്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ജസ്റ്റ് ആയിട്ട് ആ യൂത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഷെരീഫിൻ്റെ അടുത്ത് പറയുമ്പോൾ ഷെരീഫ് അത് പൊളിച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ വേറെ ഷെരീഫിൻ്റെ മുകളിൽ താഴെ ആളില്ല, എൻ്റെ മുകളിൽ താഴെ ആളില്ല. നമ്മുടെ കമ്പനിയിൽ 3 ഫിലിംസിൽ 2-3 എംപ്ലോയീസേ ഉള്ളൂ. അതിലൊരാൾ ഞാനുണ്ട്, ഒരാൾ വേറെ നിൽക്കുന്നുണ്ട്, ഒരാൾ കുറച്ച് എങ്ങനെയുണ്ട്. പുള്ളിക്ക് വേറെ ആളോട് എന്ത് ചോദിക്കാനില്ല. സോ ഇറ്റ്സ് എ ഫ്രീ ഹാൻഡ് ആക്ച്വലി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ ഇനി അങ്ങോട്ട് മലയാളത്തിലും വരണം. ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വി ഇടിവെട്ട് ആക്ഷൻ പടം ചെയ്യണം എന്നാണ്. എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ പൃഥ്വിരാജാണ്. അപ്പോൾ പൃഥ്വിരാജ്, ഞാൻ മറ്റേ ക്യാമ്പയിൻ വരെ തുടങ്ങാൻ റെഡിയാണ്, പൃഥ്വിരാജ് കം ബാക്ക് ടു ആക്ഷൻ എന്ന്. എനിക്ക് ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ പൃഥ്വിരാജ് വില്ലനായിട്ട് വരും. പൃഥ്വിരാജിനെ വില്ലനായിട്ട് വിളിക്കുന്നില്ല, പക്ഷേ ആർക്കോ പോലത്തെ സിനിമകൾ പൃഥ്വി ചെയ്യുവാണെങ്കിൽ വാവ് സൂപ്പർ. ഉണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് ഉണ്ണിച്ചേട്ടൻ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പല അറ്റാക്കുകളും നെഗറ്റീവ് റിവ്യൂസും കേൾക്കാറുണ്ട്. ഒരു മാർക്കോ എന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ്, ഇനി പല ചർച്ചകളും പല റിവ്യൂസും വന്നേക്കാം. യഥാർത്ഥത്തിൽ സിനിമ എന്തായിരിക്കും സംസാരിക്കാൻ പോവാ പ്രേക്ഷകരോട്, അല്ലെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്ന് പറയുന്നത്? ബ്രദർ, ഞാൻ പറയാം. ഞാൻ ആക്ച്വലി സിനിമയിൽ എത്തിയത് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും സിനിമകളൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ഇതിനെക്കുറിച്ച് നോളജ് ഒന്നുമില്ല. ഞാൻ
അഹമ്മദാബാദിൽ നിന്ന് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് കയറുക. എനിക്ക് 2000 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്ന്. ആ മീറ്റിംഗ് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ അവർ ക്യാൻസൽ ചെയ്യും. ഞാൻ പിന്നെയും അങ്ങോട്ട് പോകും. അങ്ങനെ പഠിത്തം വേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു കമ്പനി കയറി. ഇപ്പോൾ കമ്പനിയിൽ എല്ലാ മാസം 2.5 ദിവസം എനിക്ക് മന്ത്ലി എനിക്ക് ലീവ് കിട്ടും. അപ്പോൾ ഞാൻ 4 മാസം അടുപ്പിച്ച് ജോലി ചെയ്തിട്ട് 8 ദിവസത്തെ 10 ദിവസത്തെ എനിക്ക് കംപ്ലീറ്റ് ലീവ് കിട്ടുമ്പോൾ ഞാൻ അത് തിരിച്ചിങ്ങോട്ട് വരും. ഇത് പിന്നെയും ക്യാൻസലാവും. എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവമല്ല. ബിക്കോസ് എനിക്ക് അത്ര ബുദ്ധിയില്ല ബേസിക്കലി. ആൻഡ് എൻ്റെ ഇൻറ്റൻഷൻസ് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് ഈ ബോക്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ബോക്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിസിലടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു കിക്കുണ്ട്. എനിക്ക് 17 വയസ്സായിരുന്നു. ടുഡേ ഐ എം 37. എനിക്ക് 20 വർഷം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ മറ്റേ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നമ്മൾ പൊട്ടിത്തെറിക്കും, നമ്മൾ കരയും, നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒറ്റ ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് ഇടിവെട്ട് സിനിമകൾ ചെയ്യണമെന്നാണ്. അത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഷെരീഫിനോട് ഒരു കാര്യം പറഞ്ഞാൽ മതി. ഷെരീഫ് എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ 14 ഡിഫൻഡറാണ് പോയത്. ഈ 14 ഡിഫൻഡറിൽ 3 ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു വണ്ടി ഇടിക്കുമ്പോൾ 2.5 ലക്ഷം രൂപയാണ് പോകുന്നത്. ഞാൻ ചുമ്മാ പറയാ. പക്ഷേ എൻ്റെ ഭ്രാന്തിന് ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ്, ബ്ലൈൻഡ് കോൺഫിഡൻസ്. ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഗുഡ് പ്രൊമോഷൻ ബാഡ് പ്രൊമോഷൻ ഒന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണലാണ്. ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി. എന്നെ വേണ്ടപ്പെട്ടവർ എന്നോട് കുറേ പേര് പറഞ്ഞു, ഇനി എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത്, യു ഡിൻ കം ദിസ് ഫാർ. ബിക്കോസ് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ചിലപ്പോൾ പോകണമെങ്കിൽ വൈറ്റിൽ വരെ പോകാം. എൻ്റെ ഒരു ഫ്രണ്ട് അഹമ്മദാബാദിലിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും അവനൊന്ന് കാണണമെങ്കിൽ 2000 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. അപ്പോൾ എൻ്റെ ലൈഫിൽ സിനിമ മാത്രമായി പോയി കേരളത്തിൽ വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് സിനിമേനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു വന്നു. ഐ മീൻ ലൈക്ക് ഞാൻ ഇനി അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം. വാട്ട് ഐ ഫെൽഡ് ഇസ് ദാറ്റ് എൻ്റെ ഫുൾ എനർജി, എൻ്റെ ഫുൾ ഫോക്കസ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഹിറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് എനിക്ക് വേറെ ഇതിൽ എന്ന് വെച്ചാൽ, ബിക്കോസ് ആൻസൺ ആണെങ്കിലും ഐ സ്പോട്ട് ഇൻ ലൈഫ്. അവന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. നമ്മളിതൊന്നും പുറത്തൊന്നും പറയാറില്ല. ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഹൈറ്റും വെയിറ്റും ആരുടെ പൊക്കം വെച്ചിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഈസ് ഫൈറ്റിംഗ് ഇറ്റ്. അമ്മ ആ അഗ്രഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമാക്കാർ. അല്ലാതെ ഒരു ക്യാമ്പയിൻ നടത്താൻ മാത്രം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ക്യാമ്പയിൻ നടത്താൻ എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യുക. എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പൈസ മുടക്കി പടം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. അത് മാർക്കോയിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ കൂടെ നിന്നവർക്ക് ഒരുപാട് നന്ദി. എൻ്റെ ടീം, കാസ്റ്റ് ആൻഡ് ക്രൂ. ഹനീഫ് ഇവിടെ ഇല്ല, ഞാൻ അവനെ കെട്ടിപ്പിടിച്ചേനെ. ബിക്കോസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹനീഫ് ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണ്. ലൈക്ക് അവൻ ചെയ്യാൻ ആഗ്രഹം ഒരുപാടുണ്ട്. അതിന് ഇങ്ങനെ ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോൾ ദ വേ ഹി ഹാസ് ഷോട്ട് ഇറ്റ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഹനീഫിനൊപ്പം വർക്ക് ചെയ്തത്. ചന്ദ്രു സെൽവരാജിനൊപ്പം ഞങ്ങൾക്ക് ജയഗണേഷിൽ ഇങ്ങനെ ഒരു ഹിറ്റ്, ഇത്ര വലിയ ഹിറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ വിത്ത് ചന്ദ്രു ഐ വെന്റ് അഹെഡ്. ഓക്കെ, അവന് ടാലന്റഡ് ആണ്. ഈ പറയുന്ന എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ 40 വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സപ്പോർട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഷെരീഫ് ഈ പിക്ചറിൽ വന്നു. അഗൈൻ ഒരു കുഞ്ഞ് നല്ല സിനിമ ചെയ്യാനാണ് ഷെരീഫ് വന്നത്. പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ഒരേപോലെ ആയി. ആൻഡ് വി ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ XYZ സിനിമ പോലെ മലയാളത്തിലെ സിനിമ വരുന്നില്ല, എന്തുകൊണ്ട് ചെയ്തുകൂടാന്നായി. പിന്നെ എനിക്ക് ആക്ഷൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിങ്ങനെ ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ നമ്മളെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ പിന്നെ അത് ഇന്ന് തിയേറ്ററിൽ കാണുമ്പോൾ വിസിലടിക്കുക കേൾക്കുമ്പോൾ നമുക്ക് കിക്കടിച്ച് എനിവേസ് ഒരുപാട് സന്തോഷമുണ്ട്. ഐ മീൻ തമിഴ്നാട്ടിൽ ലോകേഷ് യൂണിവേഴ്സ് എന്ന് പറയുന്ന പോലെ ഹനീഫ് അദേനി മലയാളത്തിൽ കൊണ്ടുവരുന്ന അടുത്തൊരു യൂണിവേഴ്സിൽ തുടക്കം മലയാളത്തിലാണ് എല്ലാം പൈലറ്റ് കാര്യങ്ങൾ നടക്കുന്നത്. മലയാളത്തിലാണ് എല്ലാം സംഭവിച്ചേക്കുന്നത്. ആദ്യം 3D ഇപ്പോൾ ലാൽ സാറിൻ്റെ ഇപ്പോൾ 3D പടം വരുന്നുണ്ട്. ഐ ആം വെരി എക്സൈറ്റഡ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്, നോർമലി ആൾക്കാർ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും, ഈസ് ഡൂയിങ് ഇൻ 3D. ലാൽ സാറിന് ഏറ്റവും സേഫായിട്ട് ലാൽ സാറിൻ്റെ ഒരു മാസ് മാജിക് സിനിമ ചെയ്യാമായിരുന്നു. പക്ഷെ പുള്ളി ചൂസ് ചെയ്ത സബ്ജക്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ ഫാമിലീസിന് വേണ്ടിയിട്ടും പുള്ളി ആഗ്രഹിച്ച ഒരു സിനിമയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ മറ്റേ ട്രെയിലർ ലോഞ്ചിൽ. ആൻഡ് ഈസ് ഡൂയിങ് ഇറ്റ് 3D. അപ്പോൾ 3D ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാവരും പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് പുള്ളിയൊക്കെ നിൽക്കുന്ന അതേ ഇൻഡസ്ട്രിയിൽ ഒരാഴ്ച മുന്നേ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ലാൽ സാറിൻ്റെ സ്ഫടികം കണ്ടിട്ടാണ് എനിക്കൊന്ന് സ്ഫടികത്തിൽ ഇങ്ങനെ മുണ്ടൂരിട്ടൊക്കെ അടിക്കുന്ന സീക്വൻസ് കണ്ടിട്ട് സോ ആക്ഷൻ എന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ബ്ലെയിം ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ആക്ഷൻ സിനിമകളൊക്കെ വരണം.
പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, കാറ്റഗറിയാണ്. സോ വെരി ഹാപ്പി. മാർക്ക് ഒരു 100 കോടിക്ക് മേലെ കയറട്ടെ. എന്തിനാണ് ലിമിറ്റ്? ഹിറ്റ് ആവട്ടെ. നമ്മൾ അങ്ങനെ ലിമിറ്റ് വെക്കാറില്ല. നമ്മൾ ലിമിറ്റ് ചെയ്യാറില്ല. 100 കോടിക്ക് മേലെ എന്ന് പറഞ്ഞതുകൊണ്ട് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പൊ എല്ലാവരും ഇത് ആശംസകൾ. നിങ്ങൾ സിനിമ കാണണം. താങ്ക് യു സോ മച്ച്.